ഹായ് ഓൾ, ഹാപ്പി പൊങ്കൽ. ഇത് പൊങ്കൽ ഡേ വ്ളോഗാണ്. സോ ഇന്ന് തിരുനാൾ എന്നാണ് പറയുന്നത്. പൊങ്കലായിട്ട് ചേച്ചിയുടെ സ്റ്റേഷനിൽ പൊങ്കൽ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. സോ ഞാൻ ചേച്ചി രാവിലെ തന്നെ ഇറങ്ങി നല്ലതുപോലെ ഒരുങ്ങിയിട്ട് രാവിലെ തന്നെ നമ്മൾ സ്റ്റേഷനിൽ എത്തിയ ശേഷം കോലമൊക്കെ വരച്ചിട്ട് ഞങ്ങൾ പൊങ്കലിടാൻ സ്റ്റാർട്ട് ചെയ്തു. സോ പൊങ്കലുള്ള എല്ലാം പടിക്കൊക്കെ റെഡിയാക്കിയ ശേഷം അവിടുത്തെ SI മാഡം തന്നെയാണ് ഫസ്റ്റ് വിളക്കിങ്ങനെ തീ കൊളുത്തിയത്. ഒപ്പം തന്നെ എൻ്റെ ചേച്ചിയും ഷീസ് ഓൾസോ ഹെൽപ്പിങ് ഹെർ ഔട്ട്. സർപ്രൈസിങ് പാർട്ട് എന്തെന്നറിയോ, വീട്ടിൽ പോലും കഞ്ഞിക്കലം എടുത്ത് വയ്ക്കാത്ത ആളാണ് ഇത്രയും ചെയ്തെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഓ ഗോഡ്. വീട്ടിൽ പോലും അവർക്ക് നിൽക്കാൻ അത്രയ്ക്ക് സമയമില്ലായിരുന്നു ഗൈസ്. ഫുൾ ആൻഡ് ഫുൾ ഓൺ മൂഡായിരുന്നു ഗോപ്സ് പൊങ്കലിടാനായിട്ട്. അങ്ങനെ തട്ടിക്കൂട്ടിയൊക്കെ പൊങ്കലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അവർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അരി കഴുകിയിടണോ അല്ല അങ്ങനെ അങ്ങ് ഇടണോ എന്ന്. ആഫ്റ്റർ ലോങ് ഡിസ്കഷൻ ദേ കെയിം ഇൻ ടു കൺക്ലൂഷൻ ദാറ്റ് അരി കഴുകി തന്നെ ഇടണമെന്ന്. ആക്ച്വലി എക്സ്പെർട്ടായി എൻ്റെ അടുത്ത് ചോദിക്കാമായിരുന്നു അല്ലേ. പിന്നെ വീട്ടിൽ പോലും തേങ്ങ തിരുവാത്ത എൻ്റെ ചേച്ചി ഇവിടെ തേങ്ങ തിരുവിനെ കണ്ട് ഞാൻ വായടിച്ച് പോയി ഗായ്സ്. അവിടെ വായടിച്ചുകൊണ്ടിരുന്ന പിന്നെ എവിടത്തെ കാര്യം ആര് നോക്കും, അവിടെയും ഇവിടെ ആയിട്ട് വേണ്ടേ എന്ന് പറഞ്ഞ് എൻ്റെ ചേച്ചി അവിടെയും ഇവിടെയുമായിട്ട് എല്ലാത്തിനും ഒരു ആളിനാളായിട്ട് നിന്ന് അങ്ങനെ അങ്ങ് പൊങ്കൽ പൊങ്ങി. സോ എവരിവൺ ആർ ഹാപ്പി ആസ് അൺഎക്സ്പെക്റ്റഡ്. പൊങ്ങോ എന്ന് ഡൗട്ടിൽ അത് പൊങ്ങിയതാണ് എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് പരിപ്പിട്ടു. എൻ്റെ ചേച്ചിയാണ് അരിയിട്ടതും പരിപ്പിട്ടതൊക്കെ അവളാണ്. സോ അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് കുക്കായി വന്നു. എൻ്റെ വകയും ഒരു ഇളക്കൊക്കെ ഉണ്ടായിരുന്നു. ഒന്നാം തരം ഇളക്കി എൻ്റെ വകയും ഇളക്കി കഴിഞ്ഞ ശേഷം അതിനുശേഷം നെയ്യും മണ്ടിപ്പരിപ്പ് മുന്തിരിപ്പഴം ഏലക്കൊക്കെ ഇട്ട് ചുറ്റി എടുത്ത് അടുപ്പിൽ നിന്ന് ഇറക്കി കഴിഞ്ഞ ശേഷം ഈ തിരുനാൾ പൊങ്കൽ എന്ന് പറയുന്ന സംഭവം നമ്മൾ സൂര്യഭഗവാനാണ് ഈ പൊങ്കൽ ഇടുന്നത്. സോ അടുപ്പിൽ നിന്ന് പൊങ്കൽ ഇറക്കിയ ശേഷം പൂജയൊക്കെ ചെയ്തിട്ട് വേണം നമ്മളെല്ലാവർക്കും പൊങ്കൽ സെർവ് ചെയ്യാനായിട്ട്. പൊങ്കൽ എല്ലാവർക്കും സെർവ് ചെയ്ത ശേഷം ഞങ്ങൾ പിന്നെ ഫോട്ടോസ് എടുക്കാൻ പോയി. സോ ഫോട്ടോസ് ലൈക്ക് എൻ്റെ കൊട്ടിയൂർ സ്റ്റാഫ് മെമ്പേഴ്സ് ആൻഡ് ഫാമിലി വാസ് ദെയർ. സോ എല്ലാവരും കൂടെ ഫോട്ടോസ് സെൽഫീസ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഉച്ചയ്ക്ക് അവിടെ തന്നെ ഫുഡ് പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. സോ ഇത് ചോറും സാമ്പാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതും നല്ലതുപോലെയൊക്കെ കഴിച്ചിട്ട് ഞാനും ചേച്ചി ഒരു 3-3:30 ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. സോ കുറച്ച് ഹാപ്പി പൊങ്കൽ. അങ്ങനെ പൊങ്കൽ കഴിച്ചിട്ട് ഞാനും ചേച്ചിയും കൂടെ ടയർഡ്, ഇനി വീട്ടിൽ പോകണം. എൻ്റെ ഫോട്ടോസ് ഇല്ലാതെ എന്ത് പൊങ്കലാണ് ഗൈസ്. നല്ല ചൂടൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാനും ചേച്ചിയും കൂടെ സ്റ്റേഷനിൽ നിന്ന് നേരെ വിട്ടു ഐസ് ബേയിൽ പോയിട്ട് ഐസൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വണ്ടി പറന്ന് വിട്ടു ഗൈസ് വീട്ടിലേക്ക്. അത്രയുള്ളൂ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ.